കാട്ടാന ആക്രമണത്തിൽ വീണ്ടും മനുഷ്യജീവൻ നഷ്ടമായ കുട്ടമ്പുഴ ഉരുളൻതണിയിൽ പ്രതിഷേധം കടുക്കുന്നുണ്ട്. രാത്രി ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് കൂലിപ്പണിക്കാരനായ എൽദോസിന് നേരെ ഇന്നലെ രാത്രിയിൽ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. വഴിവിളക്കുണ്ടായിരുന്നില്ല, ഫെൻസിംഗ് ഉണ്ടായിരുന്നില്ല, ഇതെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു. എന്തായാലും ഇത് രണ്ടും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോൾ അഞ്ജന അനിൽകുമാർ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ അഞ്ജനയും അർജുൻ മട്ടന്നൂരും ലൈവായി പ്രേക്ഷകരുടെ മുന്നിൽ കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം അഞ്ജന നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, പ്രേക്ഷകരോടൊന്ന് പറയൂ, എവിടെയാണ് ബസ് ഇറങ്ങിയത് എൽദോസ്? എത്ര ദൂരം സഞ്ചരിച്ചു? എവിടെയാണ് ആനയെ കണ്ടത് അഥവാ കാണാതെ പോയത്? ആന ആക്രമിക്കുന്നു, എനിക്ക് തോന്നുന്നു ഈ എൽദോസിനെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് മരത്തിലെന്തോ അടിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് തോന്നുന്നത്. കാര്യം ശരീരം ഛിന്നഭിന്നമായി പോയ നിലയിലാണ് കണ്ടെത്തിയത്. ആ സ്ഥലം ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കൂ. എവിടെയാണ് ഈ ഉരുളൻതണിയിൽ ബസ് ഇറങ്ങിയത്? എത്ര ദൂരം മുന്നോട്ട് ഈ കിണാശ്ശേരിയിലേക്ക് പോയി? എവിടെ വെച്ചാണ് അപകടമുണ്ടായത്? അഞ്ജന. അരുൺ, ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് ഇന്നലെ എൽദോസ് രാത്രി വന്നിറങ്ങിയ ബസ് സ്റ്റോപ്പിലേക്കാണ്. അതായത് ഉരുളൻതണ്ണി ബസ് സ്റ്റോപ്പിൽ ഇന്നലെ രാത്രി 8 മണി കഴിഞ്ഞപ്പോൾ എൽദോസ് ഈ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങുകയായിരുന്നു. ഞാനിപ്പോൾ ഈ കാറിൽ വന്നിറങ്ങുന്നത് പോലെ ഒരു ബസ്സിൽ ഇന്നലെ എൽദോസ് വന്നിറങ്ങി. 8 മണി കഴിഞ്ഞപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ എൽദോസ് എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാവുന്നതുപോലെ ഇതിന് തൊട്ട് എതിർവശമാണ് ഇവിടുത്തെ ഫോറസ്റ്റ് പെട്രോളിംഗ് ക്യാമ്പ്, ഉരുളൻതണ്ണി ക്യാമ്പിംഗ് ആൻഡ് പെട്രോളിംഗ് സ്റ്റേഷൻ. ഈ ഉരുളൻതണ്ണി ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് എതിർവശമാണ്. ഇല്ല അരുൺ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പാതയിൽ എവിടെയും തന്നെ വെളിച്ചമില്ല. ഈ ബസ് സ്റ്റോപ്പിലാകട്ടെ, ഈ ആക്രമണം നടന്ന സ്ഥലത്താകട്ടെ, ഈ ഒരു പാത ഇവർ ഉപയോഗിച്ചു വരുന്ന ഈ പാതയിൽ എവിടെയും തന്നെ വെളിച്ചമില്ല. ആകെ ഇപ്പോഴുള്ള ഒരു വെളിച്ചം എന്ന് പറയുന്നത് ഇന്നലെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥാപിച്ച വെളിച്ചം മാത്രമാണ്. ഈ ഉരുളൻതണ്ണി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്ററോളം നടക്കണം എൽദോസിന്റെ വീട്ടിലേക്ക് എത്താൻ. ഒന്നില്ലെങ്കിൽ അവർ ഓട്ടോ ആശ്രയിക്കും, അത് വളരെ കുറവാണ്. ഇവിടെയുള്ളവർക്ക് നടന്ന് നല്ല ശീലമുള്ളതിനാൽ തന്നെ അവർ ഓട്ടോ ആശ്രയിക്കാറില്ല, അവർ കൂടുതലും നടക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ എൽദോസ് ഇന്നലെ വന്നിറങ്ങുന്നു. 8 മണി കഴിഞ്ഞപ്പോൾ 8 മണിയുടെ ഉരുളൻതണ്ണിയിലേക്കുള്ള ബസ്സിൽ വന്നിറങ്ങുന്നു. അതിനുശേഷം വീട്ടിലേക്ക് നടക്കുന്നു. 1 മണിക്കൂറോളം നടന്നാലാണ് എൽദോസിന്റെ വീട്ടിലെത്തുക. എന്തായാലും ഏതോ ഒരു ക്ഷേത്രത്തിലെ ഏതോ ഒരു പരിപാടിയുടെ ബോർഡുള്ള ഒരു റോഡും കാണുന്നു. ആ റോഡ് എങ്ങോട്ടാ പോകുന്നതാണെന്നറിയോ? അരുൺ, ഈ ബസ് സ്റ്റോപ്പിന്റെ നേരെയുള്ള റോഡിലൂടെ പോരുമ്പോഴാണ് എൽദോസിന്റെ വീട്. ഇതിന്റെ തൊട്ട് എതിർവശമുള്ള ഈ അമ്പലത്തിന്റെ ആർച്ച് വെച്ച റോഡ് മറ്റൊരു ദിശയിലേക്കാണ് നീങ്ങുന്നത്. അങ്ങോട്ടേക്കും ഇതുപോലെ തന്നെയുള്ള ഒരു പാതയാണ്, വിജനമായ പാതയാണ്. അവിടെയും തെരുവ് വിളക്കുകൾ ഒന്നും തന്നെയില്ല. ഈ എൽദോസ് ഇന്നലെ യാത്ര ചെയ്തത് ഈ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി നേരെയുള്ള പാതയിലാണ്. ഈ നേരെയുള്ള പാതയിൽ എൽദോസ് ഇന്നലെ രാത്രി 8 മണി കഴിഞ്ഞപ്പോൾ വരുന്നു, ബസ് ഇറങ്ങുന്നു, മറ്റുള്ളവരും ഒത്തു നടക്കുന്നു. ഓട്ടോയ്ക്ക് ഒന്നും തന്നെ കാത്തു നിൽക്കാതെ ഈ 1 കിലോമീറ്ററിലധികമുള്ള ദൂരം നടക്കാനാണ് എൽദോസ് തീരുമാനിച്ചത്. നടന്നു നല്ല ശീലമുണ്ട് ഇവിടെയുള്ളവർക്ക്. കാരണം രാത്രിയായാൽ അവർക്ക് മറ്റൊരു മാർഗമില്ല, നടക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല. ബസ് സർവീസ് ഇവിടെ വരെ മാത്രമേ ഉള്ളൂ. അതിനാൽ തന്നെ ഈ ഇത്രയും ദൂരം നടക്കാനാണ് എൽദോസും കൂടെ ഉണ്ടായിരുന്നവരും തീരുമാനിച്ചത്. നമുക്ക് അവിടേക്ക് എത്താം. എനിക്ക് തോന്നുന്നു ആ പോകുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ഇന്നലെ എൽദോസ് നടന്ന വഴി രാത്രി 8 മണിയോടുകൂടിയാണ് അവിടെ ബസ് ഇറങ്ങുന്നത് എന്ന് ആലോചിക്കണം. അപ്പോൾ അഞ്ജന നിൽക്കുന്ന സ്ഥലത്തൊന്നും തന്നെ വെളിച്ചമില്ല. അഞ്ജന എന്തായാലും കാറിൽ കയറട്ടെ, എന്നിട്ട് അങ്ങോട്ട് സഞ്ചരിക്കും. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യാം. ഇതാണ് ഉരുളൻതണ്ണിയിൽ ബസ് ഇറങ്ങിയ സ്ഥലം. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളമാണ് എൽദോസ് നടന്നത്. ഈ സ്ഥലത്ത് പോലും വെളിച്ചമില്ല. അവിടെ ഒരു ട്രാൻസ്ഫോമറൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് വയ്ക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫ്യൂസായി പോകുന്ന ഒരു രീതിയാണുള്ളത്. മാത്രമല്ല, ഇപ്പോൾ അഞ്ജന നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് കാണാം, ഇവിടെയൊക്കെ ആന ഇറങ്ങാറുണ്ട്. ഈ ആന ഇറങ്ങുന്ന ഈ സ്ഥലത്ത് ഒരു ഫോറസ്റ്റ് പെട്രോളിംഗ് സെൻ്റർ ഉണ്ട്. പക്ഷേ പലപ്പോഴും വിളിക്കുമ്പോൾ പെട്രോളിങ്ങിന് വിളിക്കുന്ന സമയത്ത് ഡീസലില്ല എന്ന് പറഞ്ഞ് ഒഴിവാവുകയാണ് പതിവെന്നാണ് പഞ്ചായത്ത് മെമ്പറായ പി ജോഷി നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ നമ്മളുടെ വാർത്താ സംഘം ഇന്നലെ എൽദോസ് സഞ്ചരിച്ച ആ വഴിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം ആ ദൃശ്യങ്ങൾ. ഈ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള വഴിയാണ് എനിക്ക് തോന്നുന്നത്. എൽദോസ് ഇന്നലെ നടന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മളുടെ വാർത്താ സംഘം അഞ്ജനയുടെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്നത്. അഞ്ജന, ഇവിടെ നിന്ന് അങ്ങോട്ട് കാടാണല്ലേ? പിന്നെ 1 കിലോമീറ്റർ ആ കാട് കഴിഞ്ഞിട്ടാണ് 60ഓളം കുടുംബങ്ങൾ മാത്രമുള്ള കിണാശ്ശേരി എന്ന് പറയുന്ന ഗ്രാമം, അല്ലേ അഞ്ജന?
തീർച്ചയായും അരുൺ അങ്ങനെ ഓക്കെ തന്നെയാണ്. ഓക്കെ അഞ്ജന, ആ യാത്ര തുടരൂ. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി